ഏവർക്കും സന്തോഷവും സമാധാനവും ഉള്ളൊരു പുതുവത്സരം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങൾക്കൊക്കെ കൂടിയാൽ ഇതിലൊക്കെ സ്പെഷ്യൽസ് ഉണ്ടാക്കാറുണ്ട്. ഇത്തവണ നമ്മൾ ചെയ്തത് നല്ല ആവോലി ഫിഷും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ പീസസും ഗ്രില്ല് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം ആവോലിയും ചിക്കനും ഒക്കെ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കളുമാർ പുറത്ത് ഇതിൻ്റെ കനലുണ്ടാക്കാൻ ഗ്രില്ല് ചെയ്യാനുള്ള തീയൊക്കെ റെഡിയാക്കുകയാണ്. അവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇതിൽ സഹകരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ തീയൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞത് കനലാവും, ചിരട്ടയൊക്കെ ഇട്ട് കത്തിച്ചത് കനലാക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് മാക്സിമം ഒരുത്തന് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ അവസരം. നമ്മുടെ മാണിക്യം, അവനെ കുറച്ച് നേരത്തേക്ക് നമ്മളങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയായിരുന്നു. ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ മുൻപിൽ നമ്മുടെ ഉപ്പുമുളകും റെസ്റ്റോറൻറ്റിൻ്റെ പുതിയ കടപണി നടക്കുന്നു നമ്മുടെ വീടിന് മുന്നിൽ. അപ്പോൾ മണലും അതുപോലെ തന്നെ മെറ്റലും പാറപ്പൊടിയും എല്ലാം കിടപ്പുണ്ടായിരുന്നു. അവൻ ഈ കളിക്കുന്നതിനിടയ്ക്ക് മനഃപൂർവ്വം വീഴുന്നതാണോ അതോ ബാലൻസ് തെറ്റി വീഴുന്നതാണോ, എന്തായാലും മാക്സിമം അർമാദിക്കുന്നുണ്ട്. അപ്പോൾ അവനെ പിന്നെ കുളിപ്പിച്ചെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അവനെ നമ്മളങ്ങ് വിട്ടു. ദേ നമ്മുടെ ആവോലി അപ്പോഴത്തേക്കും ഗ്രില്ല് റെഡിയായിരിക്കുകയാണ്. നമ്മൾ തിന്ന് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്, കറക്റ്റ് പാകമായി, നല്ല ഫ്ലഷുള്ള നല്ലൊരു വലിയ ആവോലി ആയിരുന്നു. ഇത് നമ്മുടെ ഉപ്പുമുളക് റെസ്റ്റോറൻറ്റിലേക്ക് മീൻ തരുന്ന അതേ അഷ്ടമുടി ഫിഷ് ഹബിൽ നിന്ന് തന്നെയാണ് തന്നത് കേട്ടോ. ഷൈൻ ജോൺസൺ പ്രത്യേകം തന്നതാണ്. നല്ല ഫ്രഷ് മീനാണ്. അവരുടെ മീനെല്ലാം നല്ല ക്വാളിറ്റിയുള്ള അന്നന്ന് നമുക്ക് എടുത്തുകൊണ്ട് തരുന്ന മീനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആവോലി ഗ്രിൽ റെഡി ആയിട്ടുണ്ട്. നമ്മളത് പതുക്കെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമതാണ് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെക്കുന്നത്. അപ്പം ചിക്കൻ്റെ കനൽ റെഡിയാകുമ്പോഴത്തേക്കും നമുക്ക് പോയി ആവോലി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ ആ ഗ്രില്ലൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് കരിയും കൂടി ഇട്ട് അത് കനലാവട്ടെ എന്ന് പറഞ്ഞ് വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പം നമ്മുടെ മക്കളുമാർ ടൊമാറ്റോയും ഒണിയൻസൊക്കെ കട്ട് ചെയ്ത് അത് അലങ്കരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ചുറ്റും ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ കഴിച്ച് തീർത്തു. അപ്പോഴേക്കും പിന്നെ അടുത്ത ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചു, ഒരു റൗണ്ട് വെച്ചു. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് എന്താ പറയുക, എല്ലാവരും കൂടെ കൂടിയിരുന്നൊന്ന് വർത്തമാനം പറയാൻ പറ്റുന്ന നിമിഷങ്ങളൊക്കെ ഭയങ്കര അപൂർവമാണ്. മാത്രമല്ല ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ സിറ്റ് ഔട്ടിൽ അമ്മയും അനിയത്തിയുടെ ഹസ്ബൻഡും എല്ലാവരും ഇരുന്ന് സംസാരിച്ചു. ഞാനും അനിയത്തിയും കൂടെ അവിടെ ഇരുന്ന് ഗ്രില്ല് ചെയ്ത് കുറേ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞു. രാത്രിയിൽ നല്ല രസമായിരുന്നു. ആകാശത്ത് 1-2 നക്ഷത്രങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. മക്കളുമാർ രണ്ടുപേരും ആ സമയം കൊണ്ട് TV കാണാൻ പോയി. നമ്മുടെ മാണിക്യത്തിനെ പിടിച്ച് കിടത്തി ഉറക്കി. അപ്പോൾ എന്തായാലും ചിക്കൻ ഗ്രില്ല് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് പിന്നെയും സംസാരിച്ച് TV ഒക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് നമ്മൾ കഴിച്ചു. പക്ഷേ കഴിക്കുന്ന വീഡിയോ എടുത്തില്ല, അത് മറന്നുപോയി. അപ്പോൾ ചിക്കൻ റെഡിയായതെറിഞ്ഞ് മക്കളുമാർ TV ഒക്കെ നിർത്തി ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.